എല്ലാവർക്കും ലക്ഷ്യയുടെ ഓൺലൈൻ കോഴ്സിലേക്ക് സ്വാഗതം. LD ക്ലർക്കിന്റെ സിലബസ് പ്രകാരമുള്ള ഭരണഘടനയിലെ ആദ്യത്തെ അധ്യായം ഭരണഘടന നിർമ്മാണ സമിതി എന്ന് പറയുന്ന അധ്യായമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി. ഒരുപാട് പരീക്ഷകളിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടേയിരിക്കും ഈ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ ആദ്യം ഈ ക്ലാസ്സിൽ കടക്കുന്നതിന് മുമ്പ് ഇതിന്റെ റെഫറൻസ് ഞാൻ പറഞ്ഞതിന് ശേഷം പഠിപ്പിക്കാം. ഫസ്റ്റ് റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ നമ്മുടെ ഭരണഘടന എന്ന അധ്യായമാണ്. ഇതിൽ നിയമനിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പോയിന്റ്സ് ഉണ്ടോ അത് മുഴുവൻ ഞാൻ ഈ നോട്ടിനകത്തും ക്ലാസ്സിനകത്തും നോട്ട്സിനകത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ റെഫറൻസ് 1 7ാം ക്ലാസ്സിലെ നമ്മുടെ ഭരണഘടന. റെഫറൻസ് 2 NCERT +1 പൊളിറ്റിക്കൽ സയൻസിലെ 1ാമത്തെ അധ്യായം കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ, ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ എന്ന് പറയുന്ന +1 പൊളിറ്റിക്കൽ സയൻസിൽ നിയമനിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ടു വരുന്ന, അത് വലിയൊരു ചാപ്റ്ററാണ്, പക്ഷേ ആ ചാപ്റ്ററിൽ നിയമനിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് വരുന്ന മുഴുവൻ ഫാക്റ്റുകളും ഞാൻ ഈ സെഷനുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 ഓൾ ഇന്ത്യ തലത്തിൽ എല്ലാവരും പൊളിറ്റിക്ക് വേണ്ടി ആധികാരിക ഗ്രന്ഥമായി ഉപയോഗിക്കുന്ന ശ്രീ ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി, അതിന്റെ 7ാമത്തെ എഡിഷൻ. അതിൽ പറയുന്ന എല്ലാ വസ്തുതകളും, ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് പോലും ഉപയോഗപ്പെടുന്ന എല്ലാ ഫാക്റ്റുകളും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഈ 3 റഫറൻസ് ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ അധ്യായങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ നിയമനിർമ്മാണ സഭ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടന നിയമനിർമ്മാണ സമിതി അല്ലെങ്കിൽ ഭരണഘടനാ നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്നറിയപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയാണ്. ഈ ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചത്, അല്ലെങ്കിൽ ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ തെറ്റിക്കരുത്, ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരമാണ്. അപ്പോൾ ഈ ഭരണഘടനാ നിയമനിർമ്മാണ സഭ എന്ന് പറയുന്ന ആ കമ്മിറ്റിയാണ് നമ്മുടെ ഭരണഘടന തയ്യാറാക്കിയത്, ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരം രൂപീകരിച്ചു. ഈ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഉണ്ടാവുമല്ലോ, ആ അംഗങ്ങളെ എവിടെ നിന്നൊക്കെയാണ് തിരഞ്ഞെടുത്തത് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർലമെന്റിനെ പോലെ നിങ്ങൾ മനസ്സിലാലോചിച്ചാൽ മതി. പാർലമെന്റ് അല്ല, പാർലമെന്റിനെ പോലെ നിങ്ങൾ മനസ്സിലാലോചിച്ചാൽ മതി. നമ്മുടെ നിയമനിർമ്മാണ സഭയിൽ അംഗങ്ങളുണ്ട്, ആ അംഗങ്ങളെ എവിടെ നിന്നൊക്കെ തിരഞ്ഞെടുത്തു. ആ സമയത്ത് ഇന്ത്യയിലെ ഭരണം നടക്കുന്നത് ഞാൻ ഈ പറയുന്ന രീതിയിലാണ്. എങ്ങനെയാണ്? കുറെ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ പ്രവശ്യകളാണ്, മറന്നുപോലെ ബ്രിട്ടീഷുകാരുടെ പ്രവശ്യകളാണ്. മറ്റു പ്രദേശങ്ങൾ എന്ന് പറയുന്നത് നാട്ടുരാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന പ്രിൻസ്ലി സ്റ്റേറ്റുകളാണ്. ഈ 2 മേഖലയിൽ നിന്നുള്ള അംഗങ്ങളും നിയമനിർമ്മാണ സഭയിലേക്ക് വന്നു. എവിടെ നിന്നൊക്കെ? നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളും ഇതിനകത്ത് ഉൾപ്പെട്ടു, ബ്രിട്ടീഷുകാരുടെ പ്രവശ്യകളിൽ നിന്നുള്ള അംഗങ്ങളും ഇതിനകത്ത് ഉൾപ്പെട്ടു. അപ്പോൾ നമുക്കറിയാമല്ലോ നിയമനിർമ്മാണ സഭയിലേക്ക് എങ്ങനെയാണ് ആളുകളെ കണ്ടെത്തിയത്. മറന്നുപോകരുത്, ശ്രദ്ധിച്ച് കേൾക്കണേ, തെറ്റിക്കുകയും ചെയ്യരുത്. ഒരു സ്ഥലത്ത് ഇലക്ഷൻ ആണ് നടന്നത്, എന്നാൽ മറ്റൊരു സ്ഥലത്ത് നടന്നത് നോമിനേഷനാണ്. അപ്പൊ ഇലക്ഷൻ നടന്നത് എവിടെ? ഇലക്ഷൻ നടന്നത് ഈ ബ്രിട്ടീഷ് പ്രൊവിൻസുകളിലാണ്. ബ്രിട്ടീഷ് പ്രൊവിൻസുകളിൽ ഇലക്ഷൻ നടത്തി അവിടെ നിന്നുള്ള അംഗങ്ങളെ തെരഞ്ഞെടുത്തു. എങ്ങോട്ട് വിട്ടു? നമ്മുടെ നിയമനിർമ്മാണ സഭയിലേക്ക് വിട്ടു. ഇനി ഇലക്ഷന്റെ കാര്യം പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണേ, ഒരു ലാഘവത്തോടെ ഈ ക്ലാസ് കണ്ടുപോരും, നിങ്ങൾക്ക് ഡൗട്ട് വരും പിന്നീട്. ഞാൻ പറയുന്ന വ്യക്തമായിട്ട് കേട്ടോ. അതായത് ഈ പ്രസ്താവന ശ്രദ്ധിച്ചേ, നിയമനിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉണ്ടായിരുന്നു, നോമിനേറ്റ് ചെയ്യപ്പെട്ട അംഗങ്ങളും ഉണ്ടായിരുന്നു. ക്ലിയർ ആണ്? നാട്ടുരാജ്യങ്ങളിൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ടു, എന്നാൽ ബ്രിട്ടീഷുകാരുടെ പ്രവശ്യകളിൽ നിന്ന് തെരഞ്ഞെടുത്ത് വിട്ടു. ക്ലിയർ ആണ്? അപ്പൊ നോമിനേഷൻ ഉണ്ടായത് എവിടെ? നമ്മുടെ നാട്ടുരാജ്യങ്ങളിൽ നിന്ന്. എന്നാൽ ഇലക്ഷൻ നടന്നത് എവിടെ? ബ്രിട്ടീഷുകാരുടെ പ്രവശ്യകളിൽ നിന്ന്. ഇനി ഇലക്ഷനിലോട്ട് ശ്രദ്ധ. ഈ ബ്രിട്ടീഷുകാരുടെ പ്രവശ്യകളിൽ ഇലക്ഷൻ നടത്തിയപ്പോൾ ജനങ്ങൾ നേരിട്ടല്ല ഈ അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. വ്യക്തമാണ്. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കിയ നിയമനിർമ്മാണ സഭയിലേക്ക് ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്തല്ല അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. പിന്നെ ആരാണ് തെരഞ്ഞെടുത്തത്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം നാട്ടുരാജ്യങ്ങളിൽ നിയമസഭകൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ നിയമസഭയിലെ അംഗങ്ങളെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുത്തത്. ക്ലിയർ ആണ്? നാട്ടുരാജ്യങ്ങളിൽ നിലകൊള്ളുന്ന നിയമസഭയിലെ അംഗങ്ങളെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുത്തത്. പക്ഷേ നമ്മുടെ ഭരണഘടന തയ്യാറാക്കിയ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളെ ജനങ്ങൾ തെരഞ്ഞെടുത്തില്ല. പിന്നെ ആര് തെരഞ്ഞെടുത്തു? ഈ ജനങ്ങൾ തെരഞ്ഞെടുത്ത നാട്ടുരാജ്യങ്ങളിലെ നിയമസഭാ അംഗങ്ങളില്ലേ, ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുത്ത നാട്ടുരാജ്യങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളില്ലേ, ആ അംഗങ്ങളാണ് ആരെ തെരഞ്ഞെടുത്തത്? നിയമനിർമ്മാണ സഭയിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുത്തത്.
എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന രീതിയില്ലേ, ആനുപാതിക പ്രാതിനിധ്യ രീതി. ആ രീതിയിലാണ് നമ്മുടെ ഭരണഘടന തയ്യാറാക്കിയ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. എവിടെ നിന്ന് തെരഞ്ഞെടുത്തു? ബ്രിട്ടീഷ് പ്രൊവിൻസുകളിൽ നിന്ന്. എന്നാൽ നാട്ടുരാജ്യങ്ങളിൽ അങ്ങനെയല്ല. നാട്ടുരാജ്യങ്ങളിൽ രാജാവ് നിർദ്ദേശിച്ച ആളുകളെ നാമനിർദ്ദേശം ചെയ്ത് നിയമനിർമ്മാണ സഭയിലേക്ക് ഉൾപ്പെടുത്തുകയായിരുന്നു. ഇനി ജനസംഖ്യയ്ക്ക് ആനുപാതികമായ സീറ്റാണ് ഓരോ നാട്ടുരാജ്യങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ ബ്രിട്ടീഷ് പ്രൊവിൻസുകൾക്കും കൊടുത്തത്. എന്ന് പറഞ്ഞാൽ 10 ലക്ഷം പേർക്ക് ഒരു സീറ്റ്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി പറയാം. 10 ലക്ഷം പേരുള്ള ഒരു സ്ഥലത്തിന് നിയമനിർമ്മാണ സഭയിലേക്ക് ഒരു സീറ്റ് കൊടുക്കും. അതായത് 1:10 lakh എന്നുള്ള റേഷ്യോയിലാണ് നമ്മുടെ നിയമനിർമ്മാണ സഭയിലേക്കുള്ള സീറ്റുകൾ നാട്ടുരാജ്യങ്ങളിലേക്കും ബ്രിട്ടീഷ് പ്രൊവിൻസുകളിലേക്കും നീക്കി വെച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് പഠിക്കാം. ഓരോ പോയിന്റായിട്ട് ശ്രദ്ധിക്കണം. ഡൗട്ട് ഉള്ളത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ ലക്ഷ്യയുടെ കോർഡിനേറ്റേഴ്സുമായിട്ട് ബന്ധപ്പെടാം. ഞാൻ കൃത്യമായിട്ട് മറുപടി തരാം. ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ക്ലാസ് ഒന്ന് പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ക്ലാസ് ഇങ്ങനെ വളരെ ലാഘവത്തോടെ കാണരുത്. വ്യക്തമായിട്ട് ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ രൂപീകരണം. ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയാണ്. പഠിച്ചേ, ഇനി ഡൗട്ട് വരേണ്ട കാര്യമില്ല. അടുത്ത പോയിന്റ്, 1946 ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരമാണ് നിർമ്മാണ സഭ രൂപീകരിച്ചത്. തെറ്റല്ലേ? 3, നിയമനിർമ്മാണ സഭയിൽ ബ്രിട്ടീഷ് പ്രവശ്യകളിൽ നിന്നും നാട്ടുരാജ്യങ്ങളിൽ നിന്നും അംഗങ്ങൾ ഉണ്ടായിരുന്നു. പ്രസ്താവന ശ്രദ്ധിച്ചല്ലോ. നാട്ടുരാജ്യങ്ങളിൽ നിന്നും അംഗങ്ങളെ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നൊരു പ്രസ്താവന PSC തന്നാൽ ആ പ്രസ്താവന തെറ്റ്. ഓക്കെ, അപ്പോ നമ്മുടെ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചത് എങ്ങനെ? ബ്രിട്ടീഷ് പ്രവശ്യകളിൽ നിന്നും നാട്ടുരാജ്യങ്ങളിൽ നിന്നും രൂപീകരിച്ചു. ഓക്കെ, നെക്സ്റ്റ്, ഓരോ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യയ്ക്കും നാട്ടുരാജ്യത്തിനും ജനസംഖ്യയ്ക്ക് അനുപാതമായി സീറ്റുകൾ അനുവദിച്ചു. എന്ന് പറഞ്ഞാൽ എങ്ങനെ? 10 ലക്ഷം പേർക്ക് ഒരാൾ എന്ന അനുപാതത്തിലാണ് സീറ്റുകൾ നിശ്ചയിച്ചത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 10 ലക്ഷം പേർക്ക് ഒരു സീറ്റ് എന്ന രീതിയിലാണ് സീറ്റുകൾ അനുവദിച്ചത്. ഓക്കെ, ക്ലിയർ ആണ്. ബ്രിട്ടീഷ് പ്രവിശ്യകൾ. അപ്പോൾ അന്നത്തെ 2 മേഖലകളാണ് ബ്രിട്ടീഷ് പ്രവിശ്യകളും അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങളും. ബ്രിട്ടീഷ് പ്രവിശ്യകൾ കൃത്യമായി പഠിക്കുക, ഡൗട്ട് വരരുതേ. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം നിയമസഭകൾ സ്ഥാപിക്കപ്പെട്ടിരുന്നു. ക്ലിയർ ആണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളെ ഈ പ്രവിശ്യകളിലെ നിയമനിർമ്മാണ സഭകൾ തെരഞ്ഞെടുക്കുകയായിരുന്നു. ശ്രദ്ധിച്ചേ, ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാം. ഓരോ പ്രൊവിൻസുകളിലും ഒരുപാട് ജനങ്ങൾ താമസിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊരു പ്രൊവിൻസാണ്, ഒരുപാട് ജനസംഖ്യയുണ്ട്. ഇവരെല്ലാവരും കൂടെ വോട്ട് ചെയ്ത് ഒരു നിയമസഭ രൂപീകരിക്കും. എവിടെയാണ് രൂപീകരിക്കുന്നത്? ഈ ബ്രിട്ടീഷുകാരുടെ പ്രൊവിൻസിൽ. അവിടെ ഇലക്ഷൻ നടത്തുമ്പോൾ ഈ ആളുകൾ നേരിട്ട് വോട്ട് ചെയ്യും. ക്ലിയർ ആണ്. പക്ഷെ നമ്മളെ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ്. തെറ്റിക്കല്ലേ? ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ഈ ആളുകൾ നേരിട്ടല്ല. കേട്ടോ, തെറ്റിക്കേ ചെയ്യല്ലേ. ആളുകൾ നേരിട്ടല്ല. പിന്നെ ആരാണ്? ഈ ആളുകൾ തെരഞ്ഞെടുത്ത നിയമസഭയിലെ അംഗങ്ങളില്ലേ, ഈ അംഗങ്ങളാണ് ആരെ തെരഞ്ഞെടുക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ. ക്ലിയർ ആണ്. ഇനി ഇതിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പറ്റില്ല. ഒന്നുകൂടി നിങ്ങൾ റിവൈൻഡ് ചെയ്ത് ക്ലാസ് ഒന്നുകൂടി കേട്ടാൽ വീണ്ടും ക്ലിയർ ആവും. ഓക്കെ, ശരി. ഇനി ഈ നോട്ട് വൃത്തിയായിട്ട് നോക്കിയേ. അതായത് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന രീതി അല്ല, മറിച്ച് രാഷ്ട്രപതിയെ നമ്മുടെ ജനപ്രതിനിധികൾ തെരഞ്ഞെടുക്കുന്ന ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ രീതിയിലാണ്. അതായത് പരോക്ഷമായാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. NCERT ചാപ്റ്ററിൽ, അതായത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്ന അധ്യായത്തിൽ കൃത്യമായി പറയുന്നു എങ്ങനെയാണ് ബ്രിട്ടീഷ് പ്രൊവിൻസുകളിൽ നിന്ന് അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. ക്ലിയർ ആണ്? ബ്രിട്ടീഷ് പ്രൊവിൻസ് ക്ലിയർ ആണ്. ശരി. ഓരോ പ്രവിശ്യയിലെയും സീറ്റുകൾ മുസ്ലിങ്ങൾ, സിഖുകാർ, പൊതുവിഭാഗം എന്നിങ്ങനെ 3 പ്രധാന സമുദായങ്ങൾക്ക് അവരുടെ ജനസംഖ്യയ്ക്ക് അനുപാതികമായ രീതിയിൽ വീതിച്ചു നൽകി. അപ്പോൾ ഓരോ സീറ്റുകളും, ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് അവരുടെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കാനുള്ള അവസരം, സിഖുകാർക്ക് അവരുടെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കാനുള്ള അവസരം, മറ്റു പൊതുവിഭാഗങ്ങൾക്ക് അവരുടെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കാൻ അവസരം, അങ്ങനെ ഓരോ വിഭാഗത്തിലെയും സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള അവസരം ഉണ്ടായിരുന്നു. അതാണ് ഓരോ പ്രവിശ്യയിലെയും സീറ്റുകൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മുസ്ലിങ്ങൾ, സിഖുകാർ, പൊതുവിഭാഗം. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും 3 കാറ്റഗറിയേ ഉള്ളൂ. ആ കാറ്റഗറി ഏതൊക്കെ? മുസ്ലിങ്ങൾ, സിഖുകാർ, പൊതുവിഭാഗം എന്നിങ്ങനെ 3 പ്രധാന സമുദായങ്ങൾക്ക് അവരുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായ പ്രകാരം വീതിച്ചു നൽകി. പ്രവശ്യ നിയമസഭയിലെ ഓരോ സമുദായത്തിലെയും അംഗങ്ങൾ അവരുടെ സ്വന്തം പ്രതിനിധികളെ തെരഞ്ഞെടുത്തു. തെറ്റിക്കരുത്. ഇപ്പൊ നമ്മൾ പഠിച്ചത് നിയമനിർമ്മാണ സഭയിലേക്ക്
നമ്മുടെ ബ്രിട്ടീഷ് പ്രൊവിൻസുകളിൽ നിന്ന് എങ്ങനെയാണ് ആളുകളെ കണ്ടെത്തിയത്? പെട്ടെന്ന് പറഞ്ഞു പോവാം. ഒരു തവണ 1935 നിയമസഭകൾ സ്ഥാപിക്കപ്പെട്ടു. ഈ നിയമസഭയിലെ അംഗങ്ങളാണ് നിയമനിർമ്മാണ സഭ അഥവാ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നേരിട്ടല്ല, നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ. അതായത് നമ്മുടെ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ആനുപാതിക പ്രാതിനിധ്യ രീതിയിലാണ് തെരഞ്ഞെടുത്തത്. പിന്നെ മുസ്ലിങ്ങൾ, സിഖുകാർ, പൊതുവിഭാഗം സമുദായങ്ങൾക്ക് അവരുടെ ജനസംഖ്യയ്ക്ക് അനുപാതം സീറ്റുകൾ വിഭജിച്ച് നൽകി ഓരോ സമുദായത്തിലെ അംഗങ്ങൾ അവരുടെ സ്വന്തം പ്രതിനിധികളെ തെരഞ്ഞെടുത്തു. ക്ലിയർ ആണ്? തെറ്റിക്കല്ലേടെ. ശരി, ഇനി നാട്ടുരാജ്യങ്ങൾ നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? മറന്നുപോരുത്. ഭരണഘടന എഴുതി തയ്യാറാക്കിയ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളെ എങ്ങനെ കണ്ടെത്തി എന്നാണ്. രണ്ട് മേഖലകളിൽ നിന്നാണ് കണ്ടെത്തിയത്. നാട്ടുരാജ്യങ്ങളിൽ നിന്ന് കണ്ടെത്തി, അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രൊവിൻസുകളിൽ നിന്ന് കണ്ടെത്തി. ബ്രിട്ടീഷ് പ്രൊവിൻസിലെ ഇലക്ഷൻ ആണ് നടന്നത്. എങ്ങനെ ഇലക്ഷൻ നടത്തിയെന്നെല്ലാം തൊട്ടു മുമ്പ് പഠിച്ചു. അടുത്ത നാട്ടുരാജ്യങ്ങൾ. ക്ലിയർ ആണ്? നോക്കിയേ, നാട്ടുരാജ്യങ്ങളിലെ പ്രതിനിധികളെ ചർച്ചയിലൂടെയാണ് കണ്ടെത്തിയത് എന്ന് +1 NCERT പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ റഫറൻസ് എന്താണെന്ന് ഞാൻ ആദ്യം പഠിപ്പിച്ചിട്ടാണ് ക്ലാസ് തുടങ്ങിയത്. 7ാം ക്ലാസ്സിലെ നമ്മുടെ ഭരണഘടനയും 11ാം ക്ലാസ്സിലെ NCERT ചാപ്റ്ററായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹൗ ആൻഡ് വൈ എന്ന ചാപ്റ്ററും പിന്നെ ഓൾ ഇന്ത്യയിൽ ഇന്ത്യൻ പൊളിറ്റിക്ക് അടിസ്ഥാന ഗ്രന്ഥമായി എടുക്കുന്ന ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി എന്ന പുസ്തകവും അടിസ്ഥാനമായിക്കൊണ്ടാണ് ഈ ക്ലാസ് മുഴുവനും ഞാൻ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിലൊരു വൈരുദ്ധ്യം ഉള്ളത് +1 പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് നാട്ടുരാജ്യങ്ങളെ പ്രതിനിധികളെ ചർച്ചയിലൂടെ കണ്ടെത്തിയെന്നാണ്. എന്നാൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ രാജാവ് നാമനിർദ്ദേശം ചെയ്യുകയാണ് ഉണ്ടായതെന്ന് ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റിയിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത് രണ്ടും നിങ്ങളെ പറഞ്ഞു തരേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. കൂടുതൽ ആൻസർ കൊടുക്കാൻ സാധ്യത ഇത് തന്നെയാണ്. ഇത് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ ഇത് എഴുതിയാൽ മതി. കാരണം ടെക്സ്റ്റ് ബുക്ക് നമുക്കൊരു അടിസ്ഥാന ഗ്രന്ഥമാണ്. PSCക്ക് ചലഞ്ച് ചെയ്യാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ലക്ഷ്മികാന്തിന്റെ പുസ്തകം നമുക്ക് ചലഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. അതൊരു സ്വകാര്യ പ്രസിദ്ധീകരണമാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള ആൻസർ. പക്ഷേ ഇത് ഓപ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ എഴുതുക. നാട്ടുരാജ്യങ്ങളിൽ നിന്ന് അംഗങ്ങളെ എങ്ങനെ കണ്ടെത്തി? രാജാവ് നാമനിർദ്ദേശം ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കിയത് നിയമനിർമ്മാണ സഭയാണ്. നിയമനിർമ്മാണ സഭ രൂപീകരിച്ചത് ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരമാണ്. നാട്ടുരാജ്യങ്ങളിലെയും ബ്രിട്ടീഷ് പ്രവിശ്യകളിലെയും അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങളിൽ നിന്ന് നാമനിർദ്ദേശത്തിലൂടെയും പ്രവിശ്യകളിൽ നിന്ന് ഇലക്ഷനിലൂടെയും ആണ് അംഗങ്ങളെ കണ്ടെത്തിയത്. പക്ഷേ പ്രവിശ്യകളുടെ ഇലക്ഷൻ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ടുള്ള ഇലക്ഷൻ അല്ല, ആനുപാതിക പ്രാതിനിധ്യ രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ടാണ് അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. ഇത്രയും വസ്തുതകൾ നമ്മൾ പഠിച്ചു. ഇനി നിയമനിർമ്മാണ സഭയുടെ പ്രവർത്തനം. ഞാൻ ആദ്യം കൃത്യമായിട്ടുള്ള പോയിന്റ്സുകൾ നിങ്ങളെ പഠിപ്പിക്കാം, എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് നോട്ടിലോട്ട് പോകാം. അപ്പോഴാണ് പഠനം ക്ലിയർ ആവുന്നത്. ശ്രദ്ധിച്ചോ. പ്രവർത്തനം. ആദ്യത്തെ പോയിന്റ് 1946 ജൂലൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ തെരഞ്ഞെടുപ്പെന്നും കൊടുത്തിട്ടുണ്ട്. കൃത്യമായി പഠിച്ചോ. ക്യാബിനറ്റ് മിഷൻ 1946 ജൂൺ 29 തിരിച്ചുപോയി. അവരുടെ നിർദ്ദേശമായിരുന്നു ഭരണഘടന എഴുതി തയ്യാറാക്കാൻ ഒരു നിയമനിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന്. അതിൽ നാട്ടുരാജ്യങ്ങളിൽ നോമിനേഷൻ നടന്നപ്പോൾ പ്രവിശ്യകളിൽ ഇലക്ഷൻ നടന്നു. അതാണ് ഇവിടുത്തെ പോയിന്റ്. നിയമനിർമ്മാണ സഭയിലേക്ക് ഇലക്ഷൻ നടന്ന വർഷം, മാസം തെറ്റിക്കരുതേ. 1 മാർക്ക്. നിയമനിർമ്മാണ സഭയിലേക്ക് ഇലക്ഷൻ നടന്നത് 46 ജൂലൈ. അപ്പോൾ ഇലക്ഷൻ നടന്നത് 46 ജൂലൈയിലാണ്. എന്നാൽ ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചത് 46 ഡിസംബർ 6-നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണേ, മറന്നു പോകാതിരിക്കാൻ. ഒരു 10 തവണ എഴുതി പഠിച്ചാലും നമുക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെയുള്ള നമുക്ക് കിട്ടുന്ന ഒരു മാർക്കാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിച്ച ദിവസം. തെറ്റിക്കരുതേ. 946 ഡിസംബർ 6. 946 ഡിസംബർ 6. 2 തവണ പറഞ്ഞുള്ളൂ. പക്ഷെ നിങ്ങൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പഠിച്ചോളാം. 46 ഡിസംബർ 6 രൂപീകരിച്ചു. എന്നാൽ ഇതിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എന്നാണ്? 1946 ഡിസംബർ 9. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, എവിടെ വച്ചാണ് സമ്മേളനം നടന്നത്? ഡൽഹിയിൽ വെച്ചാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 46 ഡിസംബർ 9 എവിടെ വെച്ച്? ഡൽഹിയിൽ വെച്ച്. ഡൽഹിയിൽ വെച്ച് നടന്നു ആദ്യ സമ്മേളനം. ഇനി ആദ്യ സമ്മേളനത്തിൽ എത്ര പേര് പങ്കെടുത്തു? 207 പേരാണ് ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം 207. അംഗങ്ങളെ കുറിച്ച് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതുകൊണ്ട് അതിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം ഓർത്തിരിക്കുക, മുസ്ലിം ലീഗ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ നമ്പർ കുറയാനുള്ള സാധ്യത. മൊത്തം നമ്പർ ഇതിനേക്കാൾ വളരെ കൂടുതലാണ്. നമ്മൾ ഇനി പഠിക്കും. ഞാൻ അതിലോട്ട് വലിച്ചഴിക്കുന്നില്ല. എന്നാൽ ആദ്യ സമ്മേളനം ബഹിഷ്കരിച്ചത് ഏത് വിഭാഗമാണെന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗ് ആദ്യ സമ്മേളനം ബഹിഷ്കരിച്ചിരുന്നു. എത്ര പേരാണ് അതുകൊണ്ട് പങ്കെടുത്തത്? 207 പേരാണ്. ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ 9 വനിതകൾ. ശരി, ഇനി ആദ്യത്തെ വ്യക്തി JB കൃപലാനി. JB കൃപലാനിയെ കുറിച്ച് 4 ചോദ്യം ഞാനിപ്പോ നിങ്ങളെ പഠിപ്പിക്കും. ഈ ക്ലാസ് കാണുന്ന ഒറ്റ കുട്ടികൾ ഇനി തെറ്റിക്കരുത്. JB കൃപലാനി അല്ലെങ്കിൽ ആചാര്യ കൃപലാനി എന്നറിയപ്പെടുന്ന അദ്ദേഹം ഉത്തരമായി വരുന്ന 4 ചോദ്യങ്ങൾ ശ്രദ്ധിച്ചേക്ക്. ചോദ്യം നമ്പർ 1,
ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിക്കുന്ന സമയത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ്. പഠിച്ചേ, ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിക്കുന്ന സമയത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ്. ഓക്കെ, ആ പദവിയിൽ ഇരിക്കുന്നത് കൊണ്ട്, ആ പദവിയുടെ പ്രിവിലേജ് ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിനെ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആര്? JB കൃപലാനി. മൂന്നാമത്തെ പോയിന്റ്, ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ഉദ്ഘാടനം ചെയ്ത് ആദ്യമായി സംസാരിച്ചത് ഇദ്ദേഹം തന്നെയാണ്. അപ്പൊ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് ആര്? നാലാമത്തെ ചോദ്യം ഭരണഘടനയുമായി ബന്ധമില്ല, എങ്കിലും PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ INC പ്രസിഡന്റ് JB കൃപലാനി. അപ്പൊ 4 ചോദ്യം തെറ്റിക്കരുത്. ചോദ്യം നമ്പർ 1, ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിക്കുമ്പോൾ INC പ്രസിഡന്റ്. ചോദ്യം നമ്പർ 2, ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത വ്യക്തി. ചോദ്യം നമ്പർ 3, ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം അഭിസംബോധന ചെയ്ത വ്യക്തി. ചോദ്യം നമ്പർ 4, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തെ INCയുടെ പ്രസിഡന്റ്. തെറ്റിക്കല്ലേടെ, മാർക്കാണ്. ശരി, അടുത്തത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. നമ്മുടെ പ്രഥമ സമ്മേളനം എന്ന് നടന്നത് നമ്മൾ പഠിച്ചത് 46 ഡിസംബർ 9. ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏറ്റവും മുതിർന്ന അംഗം, ദ ഓൾഡസ്റ്റ് മെമ്പർ ഇൻ ദാറ്റ് സെഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. പഠിച്ചു കഴിഞ്ഞേ, തെറ്റിക്കരുതേ. തലമുതിർന്ന അംഗം ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അദ്ദേഹത്തെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ താൽക്കാലിക അധ്യക്ഷനാക്കി മാറ്റി. ഞാൻ പറഞ്ഞ വാക്ക് മറക്കരുത്, താൽക്കാലിക അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രായത്തോടുള്ള ബഹുമാന പുരസ്സരം ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷ സ്ഥാനത്തിരുത്തിയത് തലമുതിർന്ന അംഗമായ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. തെറ്റിക്കേ ചെയ്യരുത്. എന്നാൽ അത് 46 ഡിസംബർ 9 എന്നാൽ 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുത്തു. വളരെ വളരെ ഇമ്പോർട്ടന്റ്. 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ നിയമനിർമ്മാണ സഭയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തു. സ്ഥിരം അധ്യക്ഷൻ. അപ്പൊ ഇനി പരീക്ഷയ്ക്ക് വരുമ്പോൾ തെറ്റിക്കല്, പൂർണ്ണമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും, ക്ലാസ്സിൽ പൂർണ്ണമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. താൽക്കാലികം എന്ന വാക്ക് വന്നാലോ, ഡിസംബർ 9 എന്ന വാക്ക് വന്നാലോ, ആദ്യത്തെ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം എന്ന വാക്ക് വന്നാലോ, അന്ന് ചെയർമാനായി തെരഞ്ഞെടുത്തത്, പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്, താൽക്കാലിക അധ്യക്ഷനായി തെരഞ്ഞെടുത്തത് എല്ലാം സച്ചിദാനന്ദ സിൻഹ. ഇതൊന്നുമില്ലാതെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ അധ്യക്ഷനാരെന്ന് ചോദിച്ചാൽ തെറ്റിക്കരുത്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 46 ഡിസംബർ 11. എന്നാൽ ഇതിന്റെ വൈസ് ചെയർമാൻ 2 പേരുണ്ടായിരുന്നു. ഉപാധ്യക്ഷന്മാർ 2 പേരാണ്. തെറ്റിക്കരുതേ, 2 പേര്. ഒന്ന് 47 ജനുവരി 25 വന്ന HC മുഖർജി എന്ന ഹരീന്ദ്ര കുമാർ മുഖർജി. കുമാർ എന്ന് പറഞ്ഞാൽ COOMAR ആണ്, അതാണ് കുമാർ സി വരുന്നത്. HC മുഖർജിയാണ് ഒരു ഉപാധ്യക്ഷൻ. രണ്ടാമത്തെ ഉപാധ്യക്ഷൻ VT കൃഷ്ണമാചാരി. അദ്ദേഹം വന്ന 47 ജൂലൈ 16 അതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കൂല കേട്ടോ. വളരെ ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതി. അപ്പൊ 2 ഉപാധ്യക്ഷന്മാരെ പേര് മറക്കരുത്, HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. എന്നാൽ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള അടുത്ത വ്യക്തി ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ നിയമ ഉപദേശകൻ. തെറ്റിക്കേ ചെയ്യരുതേ, ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ നിയമ ഉപദേശകനായിരുന്ന ആള് BN റാവു. എന്നാൽ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ സെക്രട്ടറി ആയിരുന്ന ആൾ, ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ സെക്രട്ടറി HV അയ്യങ്കാർ. തെറ്റിക്കരുത്. SN മുഖർജി ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ. തെറ്റിക്കരുത്, ഇങ്ങനെ തന്നെ ചോദ്യം വരും. ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആയിരുന്നത് SN മുഖർജി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി നമുക്കൊന്ന് പഠിച്ചു പോവാം. ഓക്കെ, ശ്രദ്ധിച്ചേ. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് പഠിച്ചോളേ. ഭരണഘടനാ നിയമനിർമ്മാണ സഭ. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നതെന്ന് 46 ജൂലൈ. ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചതെന്ന് 46 ഡിസംബർ 6. തെറ്റിക്കേ ചെയ്യരുതേ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 46 ഡിസംബർ 9. ഇപ്പൊ രൂപീകരിച്ചത് 46 ഡിസംബർ 6, ആദ്യ സമ്മേളനം 46 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ചു. പഠിച്ചു കഴിഞ്ഞു. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് JB കൃപലാനി. അതൊരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ആരാണ് അഭിസംബോധന ചെയ്തത്? JB കൃപലാനി. മൂന്നാമത്തെ ചോദ്യം, ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിക്കുമ്പോൾ INCയുടെ പ്രസിഡന്റ് JB കൃപലാനി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് INC പ്രസിഡന്റ് JB കൃപലാനി. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനത്തിലെ അധ്യക്ഷൻ അല്ലെങ്കിൽ താൽക്കാലിക അധ്യക്ഷനായി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. എന്തുകൊണ്ടാണ്? സഭയിലെ ഏറ്റവും മുതിർന്ന അംഗം.
തെറ്റരുതേ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് 46 ഡിസംബർ 11 46 ഡിസംബർ 11 തെരഞ്ഞെടുത്തു. ശരി. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം അവസാനിച്ച ദിവസം, അതങ്ങനെ ചോദിക്കാറില്ല, പഠിക്കുന്നതിന് വേണ്ടി ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞാണ്. 46 ഡിസംബർ 9 സമ്മേളനം തുടങ്ങിയത്, എന്നാൽ അവസാനിച്ചത് 46 ഡിസംബർ 23. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യം, ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാര്, അതായത് വൈസ് പ്രസിഡന്റുമാര്, വൈസ് ചെയർമാൻമാര് രണ്ടുപേരേ ഉള്ളൂ. ഒന്ന് HC മുഖർജിയും 2 VT കൃഷ്ണമാചാരിയും. കൃത്യമായിട്ട് പഠിച്ചേ. യഥാർത്ഥത്തിൽ HC മുഖർജിയെ തെരഞ്ഞെടുക്കുന്ന 47 ജനുവരി 25 വൈസ് ചെയർമാനായിട്ട് തെരഞ്ഞെടുക്കുന്നത്. പക്ഷേ PSC 2023 നടത്തിയ 135/2023 എന്ന ജൂനിയർ പ്രോജക്ട് അസിസ്റ്റന്റ് ചോദ്യ പേപ്പറിന്റെ ഫൈനൽ ഉത്തര സൂചിക പ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡന്റായി 46 ഡിസംബർ 11 HC മുഖർജിയെ തെരഞ്ഞെടുത്തു എന്നാണ് അവർ ആൻസർ കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോൾ പഠിക്കേണ്ടത് PSC കൊടുത്ത ആൻസർ ആണ്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുക, HC മുഖർജിയെ തെരഞ്ഞെടുത്തത് PSC ആൻസർ കീ പ്രകാരം 46 ഡിസംബർ 11 അത് ഓപ്ഷനിൽ ഇല്ലെങ്കിൽ മാത്രം 47 ജനുവരി 25 എഴുതിയാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്, ഇനി പോയി തെറ്റിക്കരുത്. VT കൃഷ്ണമാചാരിയെ തെരഞ്ഞെടുത്തത് 47 ജൂലൈ 16 അപ്പൊ 2 ഉപാധ്യക്ഷന്മാരുണ്ടായിരുന്നു, HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. 2 ഉപാധ്യക്ഷന്മാരാണ്, HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സെക്രട്ടറി ആരായിരുന്നു? HV അയ്യങ്കാർ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആരായിരുന്നു? SN മുഖർജി ആയിരുന്നു ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ. ഇനി നമ്മൾ പഠിക്കുന്നത് ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദ്യം ചോദിക്കുന്ന ഒരു മേഖലയാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയും അതിലെ അംഗങ്ങളും. അംഗങ്ങളെ കുറിച്ച് ഞാൻ ആദ്യം വ്യക്തമായിട്ട് പഠിപ്പിക്കാം, എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് നോട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണേ, ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നോളെ, നിങ്ങളുടെ മാർക്കാണേ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ മൊത്തം 389 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. തെറ്റിക്കേ ചെയ്യരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 389 അംഗങ്ങളാണ്. ഈ 389 അംഗങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് 296 പേരെന്ന് പറഞ്ഞാൽ അവര് ഇലക്റ്റഡ് ആയിട്ട് വന്നവരാണ്. ബാക്കി 93 പേരെന്ന് പറഞ്ഞാൽ നോമിനേറ്റഡ് ആയിട്ട് വന്നവരാണ്. അപ്പൊ തെറ്റിക്കരുത്, പൂർണ്ണമായിട്ട് കോൺസെൻട്രേറ്റ്. 296 93 389 വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മൊത്തം അംഗങ്ങളുടെ എണ്ണം 389. തെറ്റിക്കരുത്, ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ മൊത്തം അംഗങ്ങളുടെ എണ്ണം 389. അതില് തെരഞ്ഞെടുക്കപ്പെട്ടവർ എലക്ഷനിലൂടെ വന്നു. അപ്പൊ ഞാൻ വ്യക്തമായി പഠിപ്പിച്ചു, എലക്ഷൻ നടന്നത് എവിടെ? ബ്രിട്ടീഷുകാരുടെ പ്രൊവിൻസുകളിലാണ്. എവിടെയാണ്? ബ്രിട്ടീഷുകാരുടെ പ്രൊവിൻസുകളിലാണ് എലക്ഷൻ നടന്നത്. തെറ്റിക്കരുത്. ഇനി ബ്രിട്ടീഷുകാരുടെ പ്രൊവിൻസ് എന്ന് പറഞ്ഞാൽ 2 പ്രൊവിൻസുകളാണ്, 2 ടൈപ്പ് പ്രൊവിൻസുകളുണ്ട്. ഒന്നാമത്തത് ഗവർണേഴ്സ് പ്രൊവിൻസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബോംബെ, മദ്രാസ് പോലുള്ളതൊക്കെ ഗവർണേഴ്സ് പ്രൊവിൻസ് ആണ്. അവിടെ നിന്ന് എലക്ട് ചെയ്ത് വന്നത് 292 പേരാണ്. ഇനി ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസ് ഉണ്ട്. നോട്ടിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ചെറുതായിട്ട് എഴുതുന്നേ ഉള്ളൂ. ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസ് എന്ന് പറയുന്നത് ഡൽഹി, ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങൾ, അങ്ങനെ 4 പ്രൊവിൻസുകളാണ് ഉള്ളത്. ആ 4 പ്രൊവിൻസുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 4 പേര്. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ പ്രവിശ്യകളിൽ നിന്ന് മൊത്തം തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 296. തെറ്റിക്കേ ചെയ്യല്ലേ. ബ്രിട്ടീഷുകാരുടെ പ്രൊവിൻസുകളിൽ നിന്ന് മൊത്തം തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം 296. അതില് ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർ 292. ചീഫ് കമ്മീഷണേഴ്സ് എന്ന് പറയുന്ന ഭരണാധികാരികളുടെ പ്രവിശ്യകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർ 4 പേർ. അപ്പൊ ഒന്നുകൂടി പഠിച്ചേ. നിയമനിർമ്മാണ സഭയിലെ മൊത്തം അംഗങ്ങൾ 389, തെരഞ്ഞെടുക്കപ്പെട്ടവർ 296. നാട്ടുരാജ്യങ്ങളിൽ നിന്നാണല്ലോ നാമനിർദ്ദേശം ചെയ്തത് 93. തെരഞ്ഞെടുക്കപ്പെട്ടവർ ഗവർണേഴ്സ് പ്രൊവിൻസിൽ നിന്ന് 292, ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസിൽ നിന്ന് 4. ഓക്കെ, അപ്പോ ഈ തെരഞ്ഞെടുക്കപ്പെട്ട 296 തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ അന്ന് എലക്ഷൻ നടന്നപ്പോ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത് INC ആണ്. INC നേടിയത് 208 സീറ്റാണ്. അപ്പൊ ഞാൻ ഇനി അടുത്ത പഠിപ്പിക്കുന്നത് എന്താണ്? സീറ്റുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ വിഭാഗങ്ങളുടെയും എണ്ണമാണ്. INCക്ക് എത്ര സീറ്റ് കിട്ടി? 208. മുസ്ലിം ലീഗിന് 73 സീറ്റ് കിട്ടി. മറ്റുള്ളവർക്ക് അതേഴ്സ് നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് പോലെ പഠിക്കണം. എത്ര? 15. അപ്പോ നിയമനിർമ്മാണ സഭയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ തെരഞ്ഞെടുത്തത് ഏത് പാർട്ടിയിൽ നിന്നാണ്? INC യിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം 208. തെറ്റിക്കരുതേ, INC യിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം 208.
മുസ്ലിം ലീഗിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം 73, മറ്റു പാർട്ടികളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം 15. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കും, ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ എത്ര വനിതകൾ ഉണ്ടായിരുന്നു? 17 വനിതകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇനിയുള്ള പരീക്ഷകൾക്ക് അങ്ങനെ കൊടുക്കാൻ സാധ്യതയില്ല. നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികം ആഘോഷിച്ച വേളയിൽ പോലും നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി രാജ്യത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് 15 പേരെ മാത്രമാണ്. അപ്പൊ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യും. ആക്ച്വൽ ഫാക്ട് ഞാൻ പറഞ്ഞുതരാം. ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപം കൊള്ളുമ്പോൾ 17 വനിതകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഇന്ത്യ വിഭജനം നടന്ന് പാകിസ്ഥാൻ നിയമനിർമ്മാണ സഭ സെപ്പറേറ്റ് പോയി. അപ്പൊ 2 പേര് പോയി. അതാരൊക്കെയെന്ന് നമുക്ക് പഠിക്കാം. എന്നിട്ട് ഈ സ്വതന്ത്ര ഇന്ത്യയിലാണ് എത്ര പേരുണ്ടായിരുന്നത്? 15. പക്ഷെ ഇപ്പോ നമ്മുടെ ഗവൺമെന്റിന്റെ എല്ലാ ഔദ്യോഗിക രേഖകളും നോക്കിയാലും ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം 15 എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോ 15 ഉണ്ടെങ്കിൽ നിങ്ങൾ 15 തന്നെ എഴുതുക. പക്ഷെ ആക്ച്വലി നിയമനിർമ്മാണ സഭയിലെ വനിതകളുടെ എണ്ണം എത്രയാണ്? 17. അപ്പൊ വനിതകളുടെ എണ്ണം ചോദിച്ചാൽ 17, സ്വതന്ത്ര ഭാരതത്തിൽ എത്ര? 15. വനിതകളുടെ എണ്ണം 17, സ്വതന്ത്ര ഭാരതത്തിൽ 15. ഇനി മലയാളികളുടെ എണ്ണം ചോദിക്കും. മലയാളികളുടെ എണ്ണം എത്ര തന്നെയാണ്? 17. മലയാളികളുടെ എണ്ണം 17 ആണ്. അപ്പോ ഈ ഫാക്ടുകളെല്ലാം വച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് പഠിച്ചെടുക്കാം. ശ്രദ്ധിച്ചോ, ഞാൻ ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു കോപ്പിയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ശ്രദ്ധിച്ചോ, കൃത്യമായി പഠിച്ചോളാം. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്നത്. നമുക്ക് മൊത്തം 389 അംഗങ്ങളുണ്ട്. ഈ 389 അംഗങ്ങൾ എങ്ങനെ വന്നു? വ്യക്തമായിട്ട് പഠിപ്പിച്ചത് ഫുൾ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസുകളിൽ നിന്ന് എത്ര പ്രൊവിൻസുകൾ ഉണ്ടായിരുന്നു ചോദിച്ചാൽ 11. തെറ്റിക്കരുതേ, ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസുകളുടെ എണ്ണം 11. ആ സമയത്തെ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസുകളുടെ എണ്ണം 11. ഈ ബ്രിട്ടീഷ് പ്രൊവിൻസുകളിൽ നിന്ന് 292 അംഗങ്ങൾ. പഠിച്ച് തെറ്റിക്കേ ചെയ്യരുത്. പ്രിൻസ്ലി സ്റ്റേറ്റ്സ് നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 93. ക്ലിയർ ആണ്. ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസ് എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. അതിൽ നിന്ന് 4 പേര്. അങ്ങനെ മൊത്തം എത്ര? 389. ഈ 389-ൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവർ 93. എലക്റ്റഡ് ആയിട്ടുള്ളവർ, തെരഞ്ഞെടുക്കപ്പെട്ടവർ ചോദിച്ചാൽ 202 പ്ലസ് 4 296. 296 പേരാണ് എലക്ട് ചെയ്ത് വന്നത്. ക്ലിയർ ആണ്. ഇനി ശ്രദ്ധിച്ചു കേട്ടോ, രൂപീകൃതമാകുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ 389 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ക്ലിയർ ആണേ. NCERT ടെക്സ്റ്റിൽ ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യയിൽ നിന്നുള്ള 4 പേരെ കൂട്ടാതെ 385 പേരാണ് എന്നാണ് നൽകിയിരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. PS ഏതാണ് ആൻസർ കൊടുക്കണമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ പക്ഷെ ശരി ഉത്തരം പറഞ്ഞുതരാം. ഭരണഘടന നിർമ്മിക്കുന്ന വേളയിൽ നിയമനിർമ്മാണ സഭയുടെ അംഗങ്ങളുടെ എണ്ണം 389 ആണ്. പക്ഷേ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഈ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസിലെ 4 പേരെ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 389 ഉണ്ടെങ്കിൽ അത് എഴുതിക്കോ, ശരിയാണ്, ഒരു ഡൗട്ടും ഇല്ല. പക്ഷേ 389 ഓപ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് എഴുതണം? 385. അത് എവിടെ നിന്നാണ് ഞാൻ പഠിപ്പിച്ചത്? NCERT പാഠപുസ്തകത്തിൽ നിന്നാണ്. അതിൽ 385 ഉള്ളൂ. കാരണം ആരെയാണ് ഒഴിവാക്കിയത്? ഇതാ കിടക്കുന്ന ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസിലെ 4 പേരെ ഒഴിവാക്കി. നെക്സ്റ്റ്, ഏറ്റവും അധികം അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവിശ്യ യുണൈറ്റഡ് പ്രൊവിൻസ് ആണ്, അതായത് UP. യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉണ്ടായിരുന്നത്. 55 അംഗങ്ങൾ ഉണ്ടായിരുന്നു. തെറ്റിക്കരുതേ. ഓക്കെ, ശരി. ഇനി അടുത്തത് ഓരോ പാർട്ടികളും നേടിയത്. മൊത്തം സീറ്റ് ഒന്നും പഠിക്കല്ലേ, ഒരു ആവശ്യമില്ല. നമുക്ക് പഠിക്കേണ്ടത് ഞാൻ ഈ മാർക്ക് ചെയ്യുന്നത് മാത്രം. ശ്രദ്ധിച്ചോ, കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും വലിയ പാർട്ടി. എത്ര സീറ്റ്? 208. മതി, ധാരാളം. മുസ്ലിം ലീഗ് രണ്ടാമതെത്തി, 73. അപ്പൊ എത്ര? 208ഉം 73ഉം എന്ന് പറയുന്നത് 208 പ്ലസ് 73 281 പ്ലസ് 15 മറ്റു പാർട്ടികൾ എല്ലാവരും കൂടെ 15. യൂണിയനിസ്റ്റ് പാർട്ടി, യൂണിയനിസ്റ്റ് മുസ്ലിം, യൂണിയനിസ്റ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, കൃഷിക് പ്രജാ പാർട്ടി, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ 6, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇൻഡിപെൻഡൻസ് 8. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 1 സീറ്റാണ്, ഇൻഡിപെൻഡൻസിന് 8 സീറ്റ്. അപ്പൊ ഇങ്ങനെ 15 സീറ്റ് അതേഴ്സിന് പോയി. അങ്ങനെയാണ് 296 എലക്ടഡ് സീറ്റ് വന്നത്. ക്ലിയർ ആണല്ലോ, തെറ്റിക്കല്ലേ. പിന്നെ ഒരു 93 പേരെ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ നിയമനിർമ്മാണ സഭയിലെ മൊത്തം അംഗങ്ങളുടെ എണ്ണം 389 ആവുന്നത്. തെറ്റിക്കരുതേ. ശരി, ഇനി നമ്മളെ കമ്മ്യൂണിറ്റി വൈസ് നമ്മൾ അതിൽ അംഗങ്ങളെ ഒന്ന് പഠിക്കാം. കമ്മ്യൂണിറ്റി വൈസ് പഠിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം പഠിച്ചു വയ്ക്കരുത്, ഇത്രയേ ഉള്ളൂ. ഹിന്ദുസ് 163, അതിന്റെ ആവശ്യമില്ല. മുസ്ലിംസ് 80. നമ്മൾ പഠിക്കേണ്ടത് ഇതാണ്. പട്ടികജാതി വിഭാഗത്തിൽ നിന്ന്, ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽ നിന്ന് നിയമനിർമ്മാണ സഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 31 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ആംഗ്ലോ ഇന്ത്യൻസ് 3 പേരാണ്. ഇത് രണ്ടും പഠിച്ചോളണം കേട്ടോ. ഷെഡ്യൂൾഡ് കാസ്റ്റ് 31. പക്ഷേ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ മാർക്ക് ചെയ്യുന്നു. NCERT ടെക്സ്റ്റിൽ പട്ടിക വിഭാഗങ്ങളിൽ നിന്ന് 26 അംഗങ്ങൾ സഭയിൽ ഉണ്ടായിരുന്നു എന്നാണ് നൽകിയിരിക്കുന്നത്. അവിടെയും ഒരു പ്രശ്നമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിലെ അംഗങ്ങളുടെ എണ്ണം 31 ആണ്. NCERT +1 ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്നത് 26. അപ്പം 31 ഉണ്ടെങ്കിൽ 31 എഴുതുക, 31 ഓപ്ഷൻ ഇല്ലെങ്കിൽ 26 എഴുതുക. ഞാൻ ഇങ്ങനെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നു എന്ന് നിങ്ങൾ പറയരുത്.
എന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് റിയൽ ആയിട്ടുള്ള ഫാക്ട് ഞാൻ പഠിപ്പിക്കുന്നു. അത് പിന്നെ ഞാൻ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത് ആ നോട്ടും കൂടെ ചേർത്താണ് ഈ ക്ലാസ് എടുക്കുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ആ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് കൊടുത്തിരിക്കുന്നു എന്നും കൂടെ ഞാൻ പറയുന്നു. അല്ലാതെ നിങ്ങളെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കണമെന്ന് പറയില്ല. ഇങ്ങനെയുള്ള 2-3 കാര്യങ്ങൾ നമുക്ക് പഠിച്ചു വെക്കേണ്ടി വരും. ക്ലിയർ ആണ്? ശരി. ഇനി അതിനുശേഷം വനിതകൾ കൃത്യമായി പറഞ്ഞു. നിയമനിർമ്മാണ സഭയിലെ വനിതകളുടെ എണ്ണം 17 ആയിരുന്നു. നിയമനിർമ്മാണ സഭയിലെ വനിതകളുടെ എണ്ണം എത്ര? 17. ഇന്ത്യ വിഭജന ശേഷം 15 ആയി. വളരെ ഇമ്പോർട്ടന്റ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ 3 മലയാളി വനിതകൾ ഉണ്ടായിരുന്നു. ഇത് ഇന്ന് പഠിക്കുന്നതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. തെറ്റിക്കരുതേ. അമ്മു സ്വാമിനാഥൻ മദ്രാസിൽ നിന്ന്, ദാക്ഷായണി വേലായുധൻ മദ്രാസിൽ നിന്ന്, ആനി മസ്ക്രീൻ തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ച്. ഇങ്ങനെ 3 മലയാളി വനിതകൾ. അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളി വനിതകളുടെ എണ്ണം 3. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളി വനിതകളുടെ എണ്ണം 3. ആരൊക്കെ? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. ഒന്നുകൂടി. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. മദ്രാസ്. ആനി മസ്ക്രീൻ എപ്പോഴും ആലോചിച്ചോളാം തിരുവിതാംകൂർ. ബാക്കി 2 പേരും മദ്രാസിൽ നിന്നാണ്. ഓക്കെ. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ 15 വനിതകൾ. ഈ 15 വനിതകളെയാണ് ഇന്ത്യ എപ്പോഴും നമ്മുടെ നിയമനിർമ്മാണ സഭയിലെ വനിതകളായിട്ട് കണക്കാക്കുന്നത്. പക്ഷെ ആക്ച്വലി രൂപം കൊള്ളുമ്പോൾ നിയമനിർമ്മാണ സഭയിൽ ഉൾപ്പെടുത്തിയിരുന്ന വനിതകളുടെ എണ്ണം 17 പേരാണ്. പക്ഷെ 2 പേര് പാകിസ്ഥാൻ നിയമനിർമ്മാണ സഭയിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയിലെ വനിതകൾ എന്ന് പറഞ്ഞ് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടത് ഈ 15 പേരെയാണ്. ഈ 15 പേരെ ഒന്നും പഠിക്കണ്ട കേട്ടടേ. നിങ്ങൾ വിചാരിക്കും അയ്യോ ഇനി 15 പേരെ പഠിക്കണമെന്ന്. അതിന്റെ ആവശ്യമില്ല. പേര് ജസ്റ്റ് കേട്ടു പോവുക. അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധൻ. ഈ 3 പേരെ പഠിച്ചേ പറ്റുള്ളൂ. 3 പേരും മലയാളികളാണ്. ദുർഗാബായി ദേശ്മുഖ്, ഹൻസ ജീവ്രാജ് മേത്ത, കമല ചൗധരി, ലീല റോയ്, മാലതി ചൗധരി, രാജ്കുമാരി അമൃത് കൗർ. വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ മന്ത്രിയായിരുന്ന രാജ്കുമാരി അമൃത് കൗർ, രേണുക റോയ്, സരോജിനി നായിഡു, സുചേത കൃപലാനി, വിജയലക്ഷ്മി പണ്ഡിറ്റ്, പൂർണിമ ബാനർജി. പിന്നെ ഈ വ്യക്തിയുടെ പേര് മറന്നു പോകരുത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ഏക മുസ്ലിം വനിത ബീഗം ഐസസ് റസൂൽ. ആരാണ്? ബീഗം ഐസസ് റസൂൽ. പിന്നെ നിങ്ങൾ ഉറപ്പായിട്ട് ഓർത്തിരിക്കേണ്ട ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥനെ ഓർത്തിരിക്കുക, ആനി മസ്ക്രീൻ ഓർത്തിരിക്കുക, ദാക്ഷായണി വേലായുധൻ ഓർത്തിരിക്കുക. 3 പേരായി. പിന്നെ മറക്കാൻ പാടില്ലാത്തത് രാജ്കുമാരി അമൃത് കൗർ ഉണ്ടായിരുന്നു എന്ന് പഠിക്കുക. സരോജിനി നായിഡു ഉണ്ടായിരുന്നു എന്ന് പഠിക്കുക. ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയായ സുചേത കൃപലാനി ഉണ്ടായിരുന്നു എന്ന് പഠിക്കുക. വിജയലക്ഷ്മി പണ്ഡിറ്റ് ഉണ്ടായിരുന്നു എന്ന് പഠിക്കുക. ഈ പേരുകൾ ചിലപ്പോൾ ചോദിക്കും. താഴെ തന്നിരിക്കുന്നവരിൽ നിയമനിർമ്മാണ സഭയിൽ അംഗമായിരുന്ന അല്ലെങ്കിൽ അംഗമല്ലാതിരുന്ന വനിതയായിരുന്നു. 15 എണ്ണവും പഠിക്കാനൊക്കെ ആത്മാർത്ഥയോട്ട് ഇരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ പഠിച്ചാൽ നല്ലത്. പക്ഷെ ഞാൻ പഠിക്കാൻ അങ്ങനെ ഒരു നിർബന്ധം പറയുന്നില്ല. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ വിഷയം മാത്രമല്ല, ഈ ചാപ്റ്റർ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ, രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു, വിജയലക്ഷ്മി പണ്ഡിറ്റ്, സുചേത കൃപലാനി ഇവരെല്ലാവരും ഉണ്ടെന്നും ബീഗം ഐസസ് റസൂൽ. ആരാണ്? ബീഗം ഐസസ് റസൂൽ ഏക മുസ്ലിം വനിതയാണ്. ശരി. വിഭജന ശേഷം പാകിസ്ഥാൻ നിയമനിർമ്മാണ സഭയിലേക്ക് മാറിയ വനിതകൾ. ഇവർ 2 പേരെയും കൂടെ ചേർത്താണ് നിയമനിർമ്മാണ സഭയിലെ വനിതകളുടെ എണ്ണം എത്രയെന്ന് പറയുന്നത്? 17. ഇതൊന്നും എക്സാമിന് അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല. പക്ഷേ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എപ്പോഴും ഡൗട്ട് വരും, ആരൊക്കെയാണ് 2 പേര് മാറിയത്? ഇത്രയേ ഉള്ളൂ. ബീഗം ജഹനാര ഷാ നവാസ് ഒരാള്, ബീഗം ഷൈസ്ത സുഹ്രാവാദി ഇക്രാമുള്ള എന്ന് പറയുന്ന 2ാമത്തെ വനിത. ഈ 2 പേരെയും പഠിക്കണ്ട കേട്ടോ. ഈ 2 പേര് ഇന്ത്യൻ നിയമനിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു, പക്ഷെ എന്നിട്ട് പാകിസ്ഥാനിലോട്ട് പോയി. ബീഗം ജഹ്റാന ഷാ നവാസ്, ബീഗം ഷൈസ്ത സുഹ്രാവാദി ഇക്രാമുള്ള എന്ന് പറയുന്ന 2ാമത്തെ ലേഡി. ഇവർ 2 പേരും വിഭജന ശേഷം പാകിസ്ഥാനിലേക്ക് പോയതാണ്. പക്ഷേ നിയമനിർമ്മാണ സഭയിലെ മൊത്തം വനിതകൾ ആക്ച്വലി 17 ആണ്. പക്ഷെ ഇന്ത്യ ഇപ്പൊ അംഗീകരിച്ചു കൊടുക്കുന്നത് എത്രയാണ്? 15. അപ്പൊ മിക്കവാറും 17 കാണില്ല, 15 കാണുള്ളൂ. 15 എഴുതിയാൽ മതി. 15 ഇല്ലെങ്കിൽ 17 എഴുതുക. 15ഉം 17ഉം തന്നയ്ക്കൂലേ സാറേ എന്ന് ചോദിച്ചാൽ അതൊക്കെ PSCയുടെ കയ്യിലാണ്, എന്റെ കയ്യിലുള്ള കാര്യമല്ല. അവർക്ക് ഇഷ്ടമുള്ള ആൻസർ കൊടുക്കും. ചിലപ്പോൾ 17 കൊടുക്കും, ചിലപ്പോൾ 15 കൊടുക്കും. എന്നാലും ടെക്സ്റ്റ് ബുക്ക് പ്രകാരം ഇന്ത്യൻ ഗവൺമെന്റ് സൈറ്റ് പ്രകാരം കൂടുതലും 15 ആയിരിക്കും ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരം. ശരി. നെക്സ്റ്റ്, മലയാളികൾ. നിയമനിർമ്മാണ സഭ പഠിക്കുമ്പോൾ മലയാളികളുടെ പങ്ക് ചെറുതല്ല. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ 17 മലയാളികൾ ഉണ്ടായിരുന്നു. അതിൽ എത്ര മലയാളി വനിതകൾ? 3 വനിതകൾ. നമുക്കറിയാലോ, നിയമനിർമ്മാണ സഭയിലേക്ക് നാട്ടുരാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്നും ആളുകൾ ഉണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങളിൽ നിന്ന് രാജാവ് നാമനിർദ്ദേശം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് നടന്നു. അപ്പൊ നമുക്കുണ്ടായ നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? കൊച്ചിയും തിരുവിതാംകൂറും നാട്ടുരാജ്യവും, അതുപോലെ തന്നെ നമുക്കുണ്ടായിരുന്ന ബ്രിട്ടീഷ് പ്രൊവിൻസ് മദ്രാസുമാണ്. മലബാർ മേഖല വരും, പക്ഷെ മദ്രാസിന്റെ ഭാഗമാണ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും തിരുവിതാംകൂറിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം 6. എല്ലാവരും ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. തിരുവിതാംകൂറിൽ നിന്ന് 6 പേര്, കൊച്ചിയിൽ നിന്ന് ഒരാളേ ഉള്ളൂ, പനമ്പള്ളി ഗോവിന്ദമേനോൻ. ആ ഒരാളുള്ളതുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കും കൊച്ചിയിൽ നിന്നുള്ള നിയമനിർമ്മാണ സഭയിലെ അംഗം ആരായിരുന്നു? പനമ്പള്ളി ഗോവിന്ദമേനോൻ. മദ്രാസിൽ നിന്ന് 9 പേര്. അതായത് മദ്രാസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മലബാറിൽ നിന്നാണ്. കേരളത്തിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ 9 പേര് മലബാറിൽ നിന്ന് പോയി. പക്ഷെ അവർ പ്രതിനിധീകരിക്കുന്ന മലബാർ എന്ന സ്ഥലത്തിനല്ല, മദ്രാസ് എന്ന് പറയുന്ന
ബ്രിട്ടീഷുകാരുടെ പ്രൊവിൻസിനെയാണ്. അപ്പോഴും 6, 1, 7, 9 എത്രയായിട്ടുള്ളൂ? 16. ഒരു മലയാളി വന്നത് യു പിയിൽ നിന്നാണ്, യുണൈറ്റഡ് പ്രൊവിൻസ് അല്ലെങ്കിൽ യു പിയിൽ നിന്ന് വന്ന ഒരു മലയാളിയാണ് ജോൺ മത്തായി. അങ്ങനെ മൊത്തം 17. മറന്നുപോലെ തിരുവിതാംകൂറിൽ നിന്ന് 6, കൊച്ചിയിൽ നിന്ന് 7, മലബാറിൽ നിന്ന് 9, 16, യു പിയിൽ നിന്ന് 17. ഈ 17 പേരാണ് മലയാളികൾ. ഇതിൽ 3 മലയാളി വനിതകളുണ്ട്, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. ഇതിൽ ഒരാള് കൊച്ചിയിൽ നിന്നാണ്, അത് പനമ്പള്ളി ഗോവിന്ദമേനോൻ. യു പി എന്നുള്ളത് ജോൺ മത്തായി. കൃത്യമായി പഠിച്ചോളുക, പരീക്ഷയ്ക്ക് ചോദിക്കും. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളികളുടെ എണ്ണം 17. തിരുവിതാംകൂർ 6, കൊച്ചി 1, മലബാർ 9, യു പി 1. കൊച്ചിയിൽ നിന്ന് പനമ്പള്ളി ഗോവിന്ദമേനോൻ, യു പി നിന്ന് ജോൺ മത്തായി, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ എന്നിവരായിരുന്നു മലയാളി വനിതകൾ. ഇനി 47 ഇൻഡിപെൻഡൻസ് ആക്ടിനെ തുടർന്നുണ്ടായ മാറ്റങ്ങൾ. അതായത് 47 ഇൻഡിപെൻഡൻസ് ആക്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിഭജനം സാധ്യമാക്കിയ ആക്ട് ആണ് 1947 ഇൻഡിപെൻഡൻസ് ആക്ട്. അതിലെന്താണ് സംഭവിച്ചത്? വിഭക്ത ഇന്ത്യയുടെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ ആദ്യമായി ചേർന്നത് 47 ഓഗസ്റ്റ് 14. അപ്പൊ തെറ്റിപ്പോലെ ഞാനിവിടെ ഒരു ഡേറ്റ് എഴുതണേ. 1946 ഡിസംബർ 9. തെറ്റിക്കരുത്, കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് 46 ഡിസംബർ 9. 46 ഡിസംബർ 9. പക്ഷേ ഇന്ത്യ വിഭജനം കഴിഞ്ഞിട്ട് ഇത് ആദ്യമായി സമ്മേളിച്ചത് 47 ഓഗസ്റ്റ് 14. അപ്പോൾ വിഭക്ത ഇന്ത്യ ഡിവൈഡ് ആയതിനു ശേഷം ആദ്യമായിട്ട് നിയമനിർമ്മാണ സഭ സമ്മേളിക്കുന്ന 47 ഓഗസ്റ്റ് 14. അപ്പോൾ എന്തു പറ്റി? 389 എന്ന് പറയുന്ന അംഗസംഖ്യയില്ലേ, 389, അത് കുറഞ്ഞ് എത്രയായി മാറി? 299. തെറ്റിക്കരുത്. 389 എന്ന് പറയുന്ന അംഗസംഖ്യ കുറഞ്ഞ് എത്രയായി മാറി? 299. അതെങ്ങനെ കുറഞ്ഞു? നമുക്കറിയാലോ, തെരഞ്ഞെടുക്കപ്പെട്ട ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ എത്ര പേരുണ്ടായിരുന്നു? 296. അത് മാറി 229 ബാക്കിയുള്ളവരെല്ലാം പാകിസ്ഥാനിലോട്ട് മാറി. നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 93 പേര് നാമനിർദ്ദേശം ചെയ്തില്ലേ, അത് എത്രയായിട്ട് കുറഞ്ഞു? 70 ചുരുങ്ങുകയും ചെയ്തു. അപ്പോൾ 296 എലക്റ്റഡ് ആയിരുന്നത് വിഭജന ശേഷം 229. 93 നാമനിർദ്ദേശം ചെയ്യുന്നത് വിഭജന ശേഷം എത്രയായി? 70. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അംഗങ്ങളെ കുറിച്ച് പഠിക്കാനുള്ളത്. നമുക്കൊരു 2 മിനിറ്റ് ക്ലാസ് എന്തായാലും നിങ്ങൾ കണ്ട് ഒരു തവണ റിവിഷൻ ചെയ്തിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. പൂർണ്ണമായിട്ട് ആ സ്ക്രീനിൽ മാത്രം നോക്കിക്കോ, ഫുള്ളായിട്ട് പഠിച്ചു തീർത്തോ. നിയമനിർമ്മാണ സഭയിൽ മൊത്തം 389 അംഗങ്ങളുണ്ട്. പഠിച്ചേ. ഈ 389 അംഗങ്ങളെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. ബ്രിട്ടീഷുകാരുടെ പ്രവിശ്യകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 296 പേരും നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള 93 പേരും. പഠിച്ചേ. ഈ 296 പേരെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. ബ്രിട്ടീഷ് ഗവർണേഴ്സ് പ്രൊവിൻസിൽ നിന്ന് വന്ന 292 പേരും എന്നാൽ ചീഫ് കമ്മീഷണേഴ്സിൽ നിന്ന് 4 പേരും. പഠിച്ചു കഴിഞ്ഞു. ക്ലിയർ ആണ്. ഇനി നമുക്ക് രാഷ്ട്രീയ പാർട്ടികളെ നോക്കുകയാണെങ്കിൽ ഈ 296 സീറ്റിൽ 208 സീറ്റ് നേടി INC ഒന്നാമതായി. മുസ്ലിം ലീഗ് നേടിയത് 73 സീറ്റാണ്. ബാക്കിയുള്ളവർ നേടിയത് 15 സീറ്റാണ്. അത് കഴിഞ്ഞു. പിന്നെ പട്ടിക വിഭാഗത്തിന് ഉണ്ടായിരുന്ന സീറ്റുകൾ 31. പക്ഷേ SCRT NCRT ഫാക്ട് പ്രകാരം 26 മാത്രമേ ആൻസർ കൊടുത്തിട്ടുള്ളൂ. വനിതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ മൊത്തം 17 വനിതകൾ ഉണ്ടായിരുന്നു. പക്ഷെ സ്വതന്ത്ര ഭാരതത്തിൽ എത്രയായി? 15 പേരാണ്. ഇനി മലയാളികൾ 17 ആണ്. 17 നമുക്ക് ഇങ്ങനെ പഠിക്കാം. തിരുവിതാംകൂറിൽ നിന്ന് 6, കൊച്ചിയിൽ നിന്ന് ഒരാൾ പനമ്പള്ളി ഗോവിന്ദമേനോൻ, മലബാറിൽ നിന്ന് 9 പേര്, 9 1 10 6 16. ഇനി ഒരാളുണ്ടല്ലോ യു പി എന്നുള്ള ആളുടെ പേര് ജോൺ മത്തായി. ഇതായിരുന്നു മലയാളികളുടെ കാര്യം. ഇനി മലയാളി വനിതകൾ 3 പേരാണ്. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ.